അന്താരാഷ്ട്ര തലത്തിൽ വലിയ ചർച്ചകൾക്കും മനുഷ്യാവകാശ സംബന്ധിയായ സംവാദങ്ങൾക്കും വഴിവെച്ചിരിക്കുന്ന ഒരു നിർണായക നീക്കമാണ് ഇപ്പോൾ ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. ഒക്ടോബർ 7 ഹമാസിന്റെ പ്രത്യാക്രമണവുമായി ബന്ധപ്പെട്ട് ഇസ്രായേൽ കസ്റ്റഡിയിലുള്ള ഫലസ്തീൻ തടവുകാരെ പരസ്യ വിചാരണ നടത്തുകയും വധശിക്ഷ നൽകുകയും ചെയ്യാനുള്ള വിവാദ നിയമത്തിനാണ് ഇസ്രായേൽ പാർലമെന്റ് ഇപ്പോൾ പ്രാഥമിക അംഗീകാരം നൽകിയിരിക്കുന്നത്. വിശദമായി നോക്കാം. സ്വാഗതം ഇൻഡെപ്തിലേക്ക്. ഇസ്രായേലിന്റെ ചരിത്രത്തിൽ തന്നെ വളരെ അപൂർവമായേ വധശിക്ഷ നടപ്പിലാക്കാറുള്ളൂ. 1962 നാസി യുദ്ധ കുറ്റവാളിയായ അഡോൾഫ് ഐക്മാനെ തൂക്കിലേറ്റിയതിനു ശേഷം ഇസ്രായേലിൽ ഇതുവരെ വധശിക്ഷ നടപ്പിലാക്കിയിട്ടില്ല. എന്നാൽ പ്രത്യേക സാഹചര്യം എന്ന പേരിൽ ഇപ്പോൾ അത്തരമൊരു കടുത്ത മനുഷ്യത്വ വിരുദ്ധ നടപടിയിലേക്ക് കടക്കാനൊരുങ്ങുകയാണ് ബെഞ്ചമിൻ നെതന്യാഹു സർക്കാർ. ഈ പുതിയ നിയമനിർമ്മാണം വെറും ഒരു ശിക്ഷാ നടപടി മാത്രമല്ല, മറിച്ച് വലിയ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ കൂടി ഇതിന് പിന്നിലുണ്ട് എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ഇസ്രായേലിലെ തീവ്ര വലതുപക്ഷ പാർട്ടികൾ ഈ നിയമത്തിനായി വലിയ രീതിയിലുള്ള സമ്മർദ്ദവും ചെലുത്തിയിരുന്നു. ഒക്ടോബർ 7 സംഭവങ്ങളിൽ ഉൾപ്പെട്ടവരെ ഒരു വിട്ടുവീഴ്ചയുമില്ലാതെ ശിക്ഷിക്കണമെന്നും അവരെ ബന്ദിക്കൈമാറ്റ ചർച്ചകളിൽ ഉൾപ്പെടുത്തരുത് എന്നുമാണ് ഇവരുടെ പ്രധാന വാദം. എന്നാൽ ഇസ്രായേലിനുള്ളിൽ തന്നെ ഈ നീക്കത്തിനെതിരെ ശക്തമായ എതിർപ്പുകൾ ഉയരുന്നുണ്ട്. തടവിലാക്കപ്പെട്ടവർക്ക് വധശിക്ഷ നൽകുന്നത് അവരെ രക്തസാക്ഷികളായി ചിത്രീകരിക്കാൻ കാരണമാകുമെന്നും അത് മേഖലയിൽ കൂടുതൽ ആക്രമണങ്ങൾക്ക് വഴിമരുന്നിടുമെന്നുമാണ് സുരക്ഷാ വിദഗ്ധരുടെ മുന്നറിയിപ്പ്. നെതന്യാഹു സർക്കാർ മുന്നോട്ട് വെക്കുന്ന ഈ പുതിയ നിയമം അന്താരാഷ്ട്ര നിയമങ്ങളുടെയും മനുഷ്യാവകാശങ്ങളുടെയും കടുത്ത ലംഘനമായാണ് വിലയിരുത്തപ്പെടുന്നത്. ഈ നീക്കം നിയമപരമായ നിഷ്പക്ഷത പാലിക്കുമോ എന്നതും തടവിലുള്ളവർക്ക് തുല്യാവസരം ലഭിക്കാൻ ഇടയാക്കുമോ എന്നതൊക്കെ പ്രധാനപ്പെട്ട ആശങ്കകളാണ്. വിചാരണകൾ പരസ്യമാക്കുന്നത് നിയമപരമായ പ്രക്രിയ എന്നതിലുപരി ഒരു ഷോ ട്രയലായി മാറാൻ സാധ്യതയുണ്ട് എന്നും നിയമവിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഇത്തരം നടപടികൾ ഇസ്രായേലിന്റെ അന്താരാഷ്ട്ര പ്രതിച്ഛായയെ ബാധിക്കുമെന്നും പാശ്ചാത്യ രാജ്യങ്ങളുമായുള്ള ബന്ധത്തിൽ വിള്ളലുകൾ ഉണ്ടാക്കുമെന്നും കരുതുന്നവരുമുണ്ട്. പ്രത്യേകിച്ച് യൂറോപ്യൻ രാജ്യങ്ങൾ വധശിക്ഷയെ ശക്തമായി എതിർക്കുന്നവരായതിനാൽ ഈ നീക്കം ഇസ്രായേലിനെ ആഗോളതലത്തിൽ കൂടുതൽ ഒറ്റപ്പെടുത്താൻ കാരണമായേക്കാം. ഈ നിയമനിർമ്മാണം നിലവിൽ പ്രാഥമിക ഘട്ടത്തിലാണ്. ഇത് നിയമമായി മാറുന്നതിന് ഇനിയും പാർലമെന്റിൽ വോട്ടെടുപ്പുകളും ചർച്ചകളും നടക്കേണ്ടതുണ്ട്. എങ്കിലും ഇസ്രായേൽ ഗവൺമെന്റ് ഇത്തരമൊരു നിലപാട് സ്വീകരിക്കുന്നത് വരാനിരിക്കുന്ന കടുത്ത നടപടികളുടെ സൂചനയായാണ് കണക്കാക്കപ്പെടുന്നത്. യുദ്ധം തുടരുന്ന സാഹചര്യത്തിൽ ഈ നിയമം ഫലസ്തീൻ ജനതകൾക്കിടയിലും അറബ് ലോകത്തും വലിയ പ്രതിഷേധങ്ങൾക്കും കാരണമായേക്കും. സമാധാന ചർച്ചകളെയും വെടിനിർത്തൽ ശ്രമങ്ങളെയും ഇത് എങ്ങനെ ബാധിക്കുമെന്നത് വരും ദിവസങ്ങളിൽ കണ്ടറിയേണ്ടിയും വരും. ഇസ്രായേൽ രാഷ്ട്രീയത്തിലും അന്താരാഷ്ട്ര നയതന്ത്രത്തിലും വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കാൻ പോകുന്ന ഈ വിഷയത്തെ ലോകം അതീവ ജാഗ്രതയോടെയാണ് നിരീക്ഷിക്കുന്നത്.